എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ, നമ്മളിത് ചെറുപയർ ഈ ചെറുപയർ വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി, അതായത് നമ്മുടെ ചപ്പാത്തിക്ക് പൂരി, പിന്നെ പുട്ട്, അങ്ങനെ എന്ത് സാധനത്തിനും നമുക്ക് പറ്റും. നല്ലൊരു അടിപൊളി ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് വേറെ സാധനങ്ങളുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പാലക്കാണ്. പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുന്നത്, സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ തന്നെ ബൾബ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ആ സാധനം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുക്കറിലാണ് ഇതിന്റെ പരിപാടികളെല്ലാം. അതെ. അപ്പൊ ഏകദേശം നമ്മളൊരു 4-5 മണിക്കൂറോളം നമ്മൾ കുതിർത്തെടുത്തതാണ് നമ്മുടെ ചെറുപയർ. അപ്പൊ അതാണ് നന്നായിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ മുളയൊന്നും വന്നിട്ടില്ല. 4 മണിക്കൂറൊന്നും വെച്ചാൽ മുള വരുന്നത് കുതിർന്നിട്ടതേ ഉള്ളൂ. പക്ഷെ എന്നാലും നല്ല കുതിർത്തെടുത്താണ്. ഇനി നമുക്ക് നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മുള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ടേസ്റ്റും കൂടും, ഗുണവും കൂടും. അപ്പൊ നമ്മൾ ബാക്കി എടുത്തിരിക്കുന്നതൊക്കെ തന്നെ ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പൊ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ പോലും ഇത് റെഡി ആയി വരുമ്പോഴത്തേനും അറിയാമല്ലോ, ഇല കൂട്ടാൻ വെക്കുമ്പോൾ അപ്പൊ അതിന്റെ കുറഞ്ഞു വരും. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പൊ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുഴപ്പമില്ല. നമ്മൾ ഏതാ സാധാരണ എടുക്കുന്ന കുക്കിംഗ് ഓയിൽ എന്ന് വെച്ചാൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഇടാനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. വലിയ ഉള്ളി, ഒരു സവോള, മീഡിയം വലിപ്പത്തിന്റെ ഒരു സവോള നമ്മള് പിന്നെ പിന്നെ ഒരു 2 പച്ചമുളക്, അത്യാവശ്യം നല്ല എരിയുള്ളതാണ്. പിന്നെ ഇഞ്ചി, നമ്മുടെ തക്കാളി, കറിവേപ്പില, വെളുത്തുള്ളി. പിന്നെ കറിവേപ്പിലയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് മല്ലിയില വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഈ എണ്ണയിലേക്ക്, ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് നല്ല ജീരകം, പെരുജീരകം, നല്ല ജീരകം എന്ന് വെച്ചാൽ ചീത്ത ജീരകം, ചെറിയ ജീരകം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 2 വറ്റൽമുളകും കൂടി മുറിച്ചിടാം. ഒരു കോമ്പിനേഷൻ റെഡിയാവും. അപ്പൊ ഇതിവിടെ റെഡിയാവുന്ന സമയത്ത് തന്നെ നമുക്ക് ഇടാനായിട്ട് ഇനി ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം ടപ്പട്ടപ്പാന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ നമുക്ക് പച്ചമുളക്, കറിവേപ്പില നമുക്ക് ഏറ്റവും അവസാനം. അപ്പൊ ഇത് ഇളക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒത്തിരി ഇതിന്റെ തീയുടെ ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടണം, അതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ എന്തായാലും ഇതൊന്നും ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഏകദേശം വഴന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഈ സ്പ്രിംഗ് ഓണിയന്റെ ബൾബ് അത് അതിന്റെ എന്താ പറയുന്ന ആ സാധനം, അപ്പൊ അത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് മുഴുവൻ ചേർക്കണ്ട, കുറച്ച് ഏറ്റവും അവസാനം പച്ച സാധനം ചേർക്കണ്ട, അത് നമുക്ക് ലാസ്റ്റ് അവസാനം ചേർക്കാം. അപ്പൊ ഇതും കൂടെ ഒന്ന് പെട്ടെന്ന് സംഭവം വഴന്ന് വരും കേട്ടോ. ഇതിന്റെ വെളുത്ത ഒരു പോർഷൻ ഇല്ല, അത് മാത്രം അങ്ങോട്ട് ചേർക്കാം. ഇനി നമ്മുടെ അടുത്ത ഒന്ന് ചെറുതായിട്ട് വഴറ്റേണ്ട തക്കാളിയാണ്. ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളി മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. വലിയ പുളിയില്ലാത്ത തക്കാളിയാണ്. ഒരുപാട് പുളി ആയി കഴിഞ്ഞാൽ തക്കാളി ഇട്ടുകൊണ്ട് ഇച്ചിരി വെള്ളം ഉള്ളതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് ആക്കാം. ഇത്ര നേരം നമ്മൾ കുക്കർ ആയതുകൊണ്ടല്ലോ പെട്ടെന്ന് ചീനിച്ചട്ടിക്കകത്തൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് താമസം വരും. ചെയ്തെടുക്കാൻ നമുക്ക് താമസം വരും. കുക്കർ ആകുമ്പോൾ നമുക്ക് 2 വിസിൽ അടിച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാം സെറ്റ് ആവും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ്. സോയാ സോസ് ചേർക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഉപ്പ് ചേർക്കുമ്പോൾ അതിന്റെ അനുസരിച്ചിട്ട് ചേർക്കണം. സോയാ സോസ് അത്യാവശ്യം ഉപ്പുണ്ട്. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ബാക്കി സംഭവങ്ങളൊക്കെ കൊണ്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ചെറുപയർ പിന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് പിന്നെ നമ്മുടെ പാലൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ പയർ നന്നായിട്ടെല്ലാം ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഒന്നുകൂടെ കുറച്ച് വെച്ചേക്കാം. എന്നിട്ട് നമുക്കിനി അത്യാവശ്യം വേണ്ട നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി.
പിന്നെ നമ്മള് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മള് നമ്മുടെ ആവശ്യത്തിനുള്ള എരിവ് വേണം. ഒരു ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർക്കാണ്. വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടിയത്. ഇപ്പൊ ഈ പൊടികളുടെ ഈ പച്ചമുളകൊക്കെ മാറി വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ഇതിനകത്ത് ഇത് വേകാനുള്ള വെള്ളം ഒഴിച്ചു. അതല്ലല്ലോ ഈ ചെറുപയർ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. നമ്മൾ എടുക്കുന്ന ഇലകൾക്ക് അധികം വെള്ളത്തിന്റെ ആവശ്യം വരത്തില്ല. പക്ഷെ ഈ ചെറുപയർ വേകാനായിട്ട് കുക്കറിലാണെങ്കിലും നമുക്ക് വെള്ളം വേണമല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള അടിക്ക് പിടിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള പിന്നെ ഇത് ഒരു ഇച്ചിരി കറി രൂപത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലൊക്കെ തീ കൂട്ടി വെച്ചോണേ. തീ അത്യാവശ്യം നമുക്ക് കൂട്ടിയൊക്കെ വെക്കാം. ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി, ഒരുപാടൊക്കെ തീ വേണ്ട. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മള് സോയ ഒഴിച്ചതാണ്, സോയ സോസ് ഒഴിച്ചതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർക്കുക. പിന്നെ ആവശ്യമെങ്കിൽ നമുക്ക് ലാസ്റ്റില് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം. ഈ പാലക്ക് ഇതിന്റെ അകത്ത് കുക്കർ നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെന്ന്, പക്ഷെ ആവി കയറി കഴിയുമ്പോഴത്തേക്ക് ആ പാലക്കിന്റെ പണിയൊക്കെ തീരും. അപ്പൊ നമുക്ക് സ്പ്രിംഗ് ഒണിയനില് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. പകുതി ഇതിന്റെ ആ നല്ലതായിട്ട് പച്ചരിച്ചിരിക്കുന്നില്ലേ അത് വെച്ചേക്കാം. എന്നിട്ട് ആ ഇച്ചിരിയും കൂടെ വെളുത്തിരിക്കുന്ന അവിടെ വേണം അപ്പൊ അവിടാണ് വേകാനും താമസിക്കുന്നത്. അതുകൊണ്ടാണ് അത് ആദ്യം ചേർത്തത്. നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമില് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മളുണ്ടല്ലോ ഇളക്കുമ്പോഴും ഈ പയറില്ലേ അത് മേളിലോട്ട് വരാനായിട്ട് നോക്കണ്ട. കാരണം പയറിനാണ് കൂടുതൽ വേവ് കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇട്ടാൽ നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അപ്പൊ ഇനി ഒരു 2 വിസിൽ വന്നു കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം. പിന്നെ പയർ വെന്തിട്ടില്ലെങ്കിൽ ചില പയറിനൊക്കെ ഇച്ചിരി വേവ് കൂടുതലായിരിക്കും. നമ്മൾ കുതിർത്ത് വെച്ചാൽ വേവാൻ ചിലപ്പം താമസം വരും. അപ്പൊ ഇത് 2 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ കുക്കർ ഉണ്ടല്ലോ ഇപ്പൊ ഒരു 3 വിസിൽ കഴിഞ്ഞ് അത്യാവശ്യം തണുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് നമ്മുടെ കണ്ടോ ആ വെള്ളവും കാര്യങ്ങളും ഒക്കെ വറ്റി അപ്പൊ ഇനി നമുക്ക് നമ്മള് കറിവേപ്പില ഇട്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലേക്ക് പകരം മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി നമ്മുടെ ബാക്കി സ്പ്രിംഗ് ഓണിയൻ കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ചേർത്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് സ്പ്രിംഗ് ഓണിയന്റെ ഭാഗങ്ങൾ ചേർത്തത്. ഏറ്റവും അവസാനം നമുക്കിത് ഉണ്ടല്ലോ കുറച്ച് ചേർത്താലേ ആ കറിക്ക് ഒരു ടേസ്റ്റ് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കറിക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചത് തേങ്ങാപ്പാലൂടെ ചേർത്ത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊള്ളുക. കാര്യം നമ്മൾ സോയാ സോസ് ഒക്കെ ചേർത്തുകൊണ്ട് ഇപ്പോൾ ഉപ്പ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ നോക്കുക. അഥവാ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കും. ഇപ്പം നമ്മുടെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ പരിപാടി കഴിഞ്ഞു. എന്താ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച ഒരു മണവും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കുണ്ട് അടിപൊളി. അപ്പൊ നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് നോക്കിയേക്കാം. ഉപ്പ് അടിപൊളിയായിട്ടുണ്ട്. സംഭവം അടിപൊളി എന്ന് പറഞ്ഞാൽ കറക്റ്റ്. അപ്പം നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ആവി എന്താ പറയുന്നത് അതിൻ്റെ അകത്ത് പോകുന്നതിന് മുമ്പ് ആ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ആ ഫ്ലേവറൊക്കെ ഒന്ന് അടച്ചു വെക്കുക. ഇനിയിപ്പോൾ തീ ഒന്ന് കത്തിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്തായാലും ചെറുപയർ നമ്മൾ കറി വെക്കുമ്പോൾ സാധാരണ നമ്മൾ ചെറുപയർ കറി വെക്കുന്നത് തേങ്ങ അരച്ചൊക്കെ വെക്കാറുണ്ടല്ലോ, വെക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഇതുപോലെ നമ്മുടെ പാലക്കും നമ്മുടെ ഉള്ളിത്തണ്ട് സ്പ്രിംഗ് ഒണിയൻ അതും തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് ഇതുപോലെ വെച്ച് നോക്കും. പിന്നെ സോയാ സോസ് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. സോസ് ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പം ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ എന്താ പറയാ നമ്മൾ മറ്റേ ഉണക്കമുളകിന് പകരം ചില്ലി ഫ്ലേക്കോ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മുളക് പൊട്ടിച്ച് അങ്ങനെ പിന്നെ ഏറ്റവും അവസാനം വേണമെങ്കിൽ നമുക്കൊരു മേമ്പൊടിക്ക് പോലെ മറ്റേ നമ്മുടെ സേഷ്വാൻ ചട്നി ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ചേർക്കാം. അത് ഈ ഇഷ്ടപ്രകാരം അതൊക്കെ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ അങ്ങനെയൊക്കെ ചേർക്കാറുണ്ട്. ടേസ്റ്റ് ആണ് സംഭവം, ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മളിതൊന്നും ചേർത്തിട്ടില്ല. ഇതിപ്പോ നമ്മള് പക്ക നമ്മുടെ നാടൻ സ്റ്റൈലിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ട് ഇതിനകത്ത്.
അപ്പോൾ ചെയ്ത് നോക്കിയാൽ ഗ്യാരണ്ടിയാണ്. മറ്റേ ടിഫിനൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇനി ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. എന്തായാലും നല്ല അഭിപ്രായമായിരിക്കും. പിന്നെ ഇത് എന്താ പറയുന്നത്, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഇങ്ങനത്തെ കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഓൺ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് നമ്മളുടെ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെന്തുവാ ഇല്ല. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.